കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. മാത്രമല്ല അവസാനം കുറച്ച് സംഭാഷണമൊക്കെ ഉണ്ട്. അപ്പോൾ കഥയും വർത്തമാനവും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കഥാസാഗരം. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് കടന്നാലോ? ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. ആന്ധ്രയിലെ ഒരു ഗ്രാമത്തിൽ വാസുദേവൻ എന്നൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായിരുന്നു. ധാരാളിയായ അവൾക്ക് എത്ര പണം കിട്ടിയാലും തികയുമായിരുന്നില്ല. അതുകൊണ്ട് അവൾ ബ്രാഹ്മണനെ കൊണ്ട് രാപ്പകലില്ലാതെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഒടുവിൽ അവളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ ആരോടും പറയാതെ അയാൾ മറ്റൊരു ജോലി തേടി നാട് വിട്ടു. ഭർത്താവിനെ കാണാതായപ്പോൾ അവളുടെ ദേഷ്യവും വാശിയും കൂടി. അവൾ കയർ പിരിച്ച് ഒരു ചാട്ടയുണ്ടാക്കി മുറ്റത്തെ മരത്തിൽ തല്ലി ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ തുടങ്ങി. ആ മരത്തിൽ ഒരു ഭൂതം താമസിക്കുന്നുണ്ടായിരുന്നു. അടി മുഴുവനും കിട്ടിയത് അതിനായിരുന്നു. അത് കുറേയൊക്കെ സഹിച്ചു. നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഭൂതം മരത്തിൽ നിന്ന് എടുത്ത് ചാടി ഓടി. ഭൂതം പെരുവഴിയിലൂടെ ഓടുമ്പോൾ ബ്രാഹ്മണൻ എതിരെ വരുന്നത് കണ്ടു. അയ്യോ, അങ്ങോട്ട് പോകല്ലേ, ചാട്ടവാറുമായി നിങ്ങളുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അവൾ ശരിയാക്കി കളയും. ഭൂതം ബ്രാഹ്മണനെ തടഞ്ഞു. എനിക്കങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരാഴ്ചയായി പട്ടിണിയാണ്. ഞാൻ കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴിൽ തേടി ഗ്രാമങ്ങൾ തോറും അലയുകയായിരുന്നു. ഒരിടത്തും എനിക്ക് ജോലി കിട്ടിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് എത്ര പണം കിട്ടിയാലും മതിയാവില്ല. അവളുടെ അത്യാർത്തി തീർക്കാൻ എന്നെക്കൊണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അവളുടെ അത്യാർത്തി തീർക്കാൻ എന്നെക്കൊണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അവൾ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് വയ്യ. ബ്രാഹ്മണൻ ദുഃഖത്തോടെ പറഞ്ഞു. ഭൂതത്തിന് ബ്രാഹ്മണനോട് സഹതാപം തോന്നി. നിങ്ങളെ ഞാൻ സഹായിക്കാം. നിങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണ്ട. എത്രയും വേഗം പട്ടണത്തിലേക്ക് പോവുക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. ഭൂതം അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ഭൂതം നേരെ ചെന്ന് ആ രാജ്യത്തെ രാജകുമാരിയുടെ ശരീരത്തിൽ കയറി. അതോടെ അവൾക്ക് അസുഖം ബാധിച്ചു. രാജകുമാരി പിച്ചും പേയും പറയുകയും അലറിക്കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ ഓടി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. രാജാവ് പല വൈദ്യന്മാരെയും വിളിച്ചു വരുത്തി രാജകുമാരിയെ ചികിത്സിച്ചു നോക്കി. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. നമ്മുടെ രാജകുമാരിക്ക് ഏതോ അസാധാരണമായ അസുഖം ബാധിച്ചിരിക്കുന്നു. അത് ഭേദമാകുന്നവർക്ക് രാജ്യത്തിൻ്റെ പകുതി നൽകുന്നതാണ്. വിളംബരം കേട്ട ഉടനെ ബ്രാഹ്മണൻ കൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു. അടിയൻ രാജകുമാരിയെ ചികിത്സിച്ച് ഭേദമാക്കാം, ബ്രാഹ്മണൻ പറഞ്ഞു. ഇദ്ദേഹത്തെ രാജകുമാരിയുടെ അറയിലേക്ക് കൊണ്ടുപോകൂ, രാജാവ് കൽപ്പിച്ചു. ബ്രാഹ്മണൻ രാജകുമാരിയുടെ മുറിയിൽ ചെന്നു. രാജകുമാരിയുടെ ശരീരത്തിൽ താമസിക്കുന്ന ഭൂതം ബ്രാഹ്മണനെ കണ്ടതും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. നിങ്ങൾക്കിനി സുഖമായി ജീവിക്കാം. താമസിക്കാൻ മരത്തേക്കാൾ നല്ലത് രാജകുമാരിയുടെ ശരീരമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞാനിനി ഇതുപോലെയുള്ള ആരുടെയെങ്കിലും ദേഹത്തായിരിക്കും ജീവിക്കുക. അവിടെയും വന്ന് എന്നോട് മാറിപ്പോകാൻ പറയരുത്, ഭൂതം പറഞ്ഞു. ബ്രാഹ്മണൻ സമ്മതിച്ചു. ഉടൻ തന്നെ ഭൂതം രാജകുമാരിയുടെ ശരീരം വിട്ടുപോയി.
രാജകുമാരി പെട്ടെന്ന് പഴയതുപോലെയായി. രാജാവിന് സന്തോഷമായി. അദ്ദേഹം ബ്രാഹ്മണന് രാജ്യത്തിൻ്റെ പകുതി കൊടുത്തു. ബ്രാഹ്മണൻ സുഖമായി ജീവിക്കുമ്പോൾ ഒരു ദിവസം ചക്രവർത്തിയുടെ ഒരു ദൂതൻ അയാളെ കാണാൻ വന്നു. ചക്രവർത്തിയുടെ മകൾക്ക് ഇവിടുത്തെ രാജാവിൻ്റെ മകൾക്കുണ്ടായതുപോലെയുള്ള അസുഖം ബാധിച്ചിരിക്കുന്നു. എത്രയും വേഗം അങ്ങയോട് കൊട്ടാരത്തിലെത്താൻ കൽപ്പിച്ചിരിക്കുന്നു. ദൂതൻ പറഞ്ഞു. ബ്രാഹ്മണൻ വല്ലാതെയായി. ഇനി ഭൂതത്തോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടില്ലെന്ന് വാക്കുകൊടുത്തതാണ്. പക്ഷേ ചക്രവർത്തിയുടെ കൽപ്പനയാണ്. അനുസരിച്ചില്ലെങ്കിൽ തല പോകും. ബ്രാഹ്മണൻ എതിർത്തൊന്നും പറയാതെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. ബ്രാഹ്മണനെ കണ്ടതും ഭൂതം ദേഷ്യത്തോടെ അലറി. എന്നെ ഒഴിപ്പിക്കാൻ വരില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നതല്ലേ, പിന്നെ എന്തിനു വന്നു? നിന്നെ ഞാൻ... അയ്യോ, ഞാൻ നിന്നെ ഒഴിപ്പിക്കാൻ വന്നതല്ല, ഒരു രഹസ്യം പറയാൻ വന്നതാണ്. ബ്രാഹ്മണൻ അടവ് മാറ്റി. എന്ത് രഹസ്യം? ഭൂതം ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ ഭാര്യ ഒരു ചാട്ടയും കൊണ്ട് നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മോ! പേടിച്ചു വിറച്ച ഭൂതം ചക്രവർത്തി കുമാരിയുടെ ശരീരത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഇനി ഈ മനുഷ്യന്മാരെ ബാധിക്കുന്ന പ്രശ്നമേയില്ല. ജനൽ വഴി ചാടി ഭൂതം പുറത്തേക്ക് ഓടി. മകളുടെ അസുഖം മാറിയതിൽ ചക്രവർത്തി സന്തോഷവാനായി. ബ്രാഹ്മണനെ തൻ്റെ കീഴിലുള്ള രാജ്യത്തെ രാജാവായി വാഴിച്ചു. മകളെ വിവാഹം ചെയ്ത് നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് കഥ. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? പൊതുവേ എല്ലാവരും അല്ലേ മാലാഹമാരെ പോലെ ഒക്കെ കല്യാണത്തിന് മുമ്പ് ഭാര്യമാരെ കാണുമായിരിക്കാം. കല്യാണം കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്കൊക്കെ മങ്ങലേൽക്കും. ഈ മാലാഹമാരെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റി, ജുഡായിസം, ഇസ്ലാം, അങ്ങനെ പല മതങ്ങളിലും ഈ മാലാഹമാർക്ക് വലിയൊരു സ്ഥാനമാണ്. ഇങ്ങനെയുള്ള മതങ്ങളിലെല്ലാം അവർക്ക് വലിയൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ തൊട്ട് താഴെയുള്ളവരാണ് ഈ മാലാഹമാരെന്നൊക്കെ പറയുന്നത്. പലപ്പോഴും അത്രയ്ക്ക് വലിയൊരു സ്ഥാനം മാലാഹമാർക്കുണ്ടെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറയാണ്. നമുക്ക് പല മാലാഹമാരുടെയും പേര് നമുക്കൊക്കെ അറിയാം അല്ലേ? ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ആ പേരുകളൊക്കെ ഒഴിച്ചുകൂടാനാവാത്തതാണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് മിഖായൽ എന്ന് പറയുന്ന മാലാഹ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗബ്രിയേൽ എന്ന് പറഞ്ഞത് ആശയവിനിമയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റാഫേൽ എന്ന് പറഞ്ഞ മാലാഹ എന്താ പറയുക, രോഗശാന്തി നൽകുന്നതാണ്. രോഗങ്ങൾ ഭേദമാക്കുന്ന ഒരു മാലാഹയാണെന്നൊക്കെ അറിയപ്പെടുന്നു. യൂറിയൽ എന്ന് പറഞ്ഞ മാലാഹ എനിക്കൊന്ന് വിജ്ഞാനവുമായിട്ട് അല്ലേ, വിസ്ഡവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു മാലാഹയാണ്. അപ്പോൾ നമ്മൾ ഒരു അല്ലേ നമ്മൾ ഭാര്യയെ മാലാഹ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ ഇത്രയും അർത്ഥങ്ങളൊക്കെ ഭാര്യയിലോട്ട് വന്നു ചേരുകയാണ് അല്ലേ. അപ്പോൾ ബൈബിളിൽ മാലാഹമാരൊക്കെ സന്ദേശങ്ങൾ കൈമാറുന്ന വ്യക്തികളാണ്. മാതാവിന് സന്ദേശം കൈമാറുന്നു അല്ലേ, അങ്ങനെയൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഞാനതാ പറഞ്ഞ ബൈബിൾ കഥകൾ വായിക്കുന്നവർക്ക് അതറിയാം. ഒരു സംരക്ഷകരാണ്, മനുഷ്യർക്കും വഴിതെളിക്കുന്നവരാണ് മാലാഹമാർ, അങ്ങനെയും നമുക്ക് വിശേഷിപ്പിക്കാം. ബൈബിളൊക്കെ വായിക്കുന്നവർക്ക് ഞാനതാ നേരത്തെ പറഞ്ഞത് അത് മനസ്സിലാവും. പല സന്ദർഭങ്ങളിലും അങ്ങനെയൊക്കെയുള്ള റോളുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് മാലാഹ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ വിശേഷിപ്പിക്കുമ്പോൾ അത്രയും വ്യത്യസ്തമായ തലങ്ങൾ ആ ഒരു പദപ്രയോഗത്തിനുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ മാലാഹയെ കാണുമ്പോൾ എപ്പോഴും അല്ലേ ചിറകുകളുള്ള അല്ലേ, ഒരു ചുറ്റും തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ ഉള്ള ഒരു വലയം ഒക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ചിത്രീകരണമാണ് പലപ്പോഴും കാണാറുള്ളത്. പെയിൻറ്റിങ്ങുകളിലും ചിത്രകാരന്മാരൊക്കെ അങ്ങനെയൊക്കെയാണ് വരച്ച് വെച്ചിട്ടുള്ളത്. സിനിമയിലും ഒക്കെ അങ്ങനെ മാലാഹ എന്ന് പറയുമ്പോൾ ചിറകൊക്കെ ഇട്ടടിച്ച് വരുന്ന അല്ലേ, ഒരു നല്ലൊരു രസമുള്ളൊരു സങ്കല്പമാണ്. ആ ദിവ്യത്വം വിളിച്ചോതുന്നതാണ് മാലാഹമാരെന്ന് പറയുന്നത്. അതിൻ്റെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത നമുക്ക് ദിവ്യത്വവും ഒരു വല്ലാത്ത അധികാരവും ഒക്കെ ഉണ്ട് അല്ലേ. നമ്മളൊരു സംരക്ഷകരാണെന്ന് പറയുമ്പോൾ അന്നത്തെ അധികാരമൊക്കെ ഉണ്ട്, എന്തൊക്കെയോ അധികാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അല്ലെ ഭാര്യ എന്ന് പറയുമ്പോൾ. പക്ഷേ പലപ്പോഴും നേർവിപരീതമായിട്ടൊക്കെ അല്ലേ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. പലപ്പോഴും അല്ലേ ഈ ബ്രാഹ്മണൻ്റെ കാര്യം പറഞ്ഞ കണക്ക് ഭയമാണ്, ജീവനം കൊണ്ട് ഓടിയാണ് അല്ലേ ഭൂതം പോലും. അങ്ങനെയുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് പലപ്പോഴും പുരുഷന്മാരൊക്കെ അല്ലെ പലപ്പോഴും വലിയ
തെറ്റുകളിലൊക്കെ ചിലപ്പോൾ ചെന്ന് ചാടുകയും ചിലപ്പോൾ അഴിമതിയായിരിക്കാം അങ്ങനെയൊക്കെയുള്ള അല്ലേ പല കേസുകളിലൊക്കെ ചെന്ന് പെടുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ പങ്ക് ആരും ചർച്ച ചെയ്യാറില്ല. അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും എന്തുകൊണ്ട് ഇവർ അഴിമതിക്കാരാവുന്നു എന്നൊക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീക്കും അതിനകത്ത് വലിയൊരു പങ്കുണ്ടാകും. ഇതിനകത്ത് ഈ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ കാര്യം പറയുന്നത് അതാണ്. അവർക്ക് എപ്പോഴും പണം വേണം. അപ്പോൾ അതിനുവേണ്ടി അയാൾ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. ഇതിനൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ അല്ലേ ചില കുടുംബനാഥന്മാർ വലിയ അഴിമതിക്കാരും വലിയ ക്രിമിനൽ കേസുകൾ ചിലപ്പോൾ കള്ളക്കടത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല കേസുകളിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ അതിന് പിന്നിൽ ഒരു സ്ത്രീ ചിലപ്പോൾ കാണുമായിരിക്കാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അതാണ് ഈ കഥ നമ്മളെ അല്ലേ കാണിക്കുന്നത്. എന്തായാലും ഒരു ഭൂതമുണ്ടായതുകൊണ്ട് ബ്രാഹ്മണന് അങ്ങനെ ഒരു കടുങ്കൈയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവസാനം ഭൂതം തന്നെ ഈ സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ ഭയത്തോടെ ഓടി മറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മാലാഹയെന്ന് ആദ്യം വിശേഷിപ്പിച്ചിട്ട് ഇതിലോട്ട് കിടന്നു വന്നത്. ഈ പല പാട്ടുകളൊക്കെ ഉണ്ട് മലയാള സിനിമയിൽ തന്നെ. അതൊന്നും ഓർത്തുപോയാൽ പൂമുഖ വാതിലിൽ സ്നേഹം വിടർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അല്ലേ ചില പാട്ടുകളൊക്കെ ഉണ്ട്. സ്ത്രീകളെ ഒരു ഭാര്യയെ വർണ്ണിക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലേ ഒരു മാലാഹയുടെ പരിവേഷമൊക്കെ നൽകുകയാണ്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാതെ വരുമ്പോൾ അല്ലേ ഞാൻ ചില കുറ്റകൃത്യങ്ങളുടെ പിന്നിലുമൊക്കെ ചിലപ്പോൾ അല്ലേ പലപ്പോഴും വിജയങ്ങൾക്ക് പിന്നിൽ ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് ഒരു പുരുഷൻ്റെ പരാജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ കഥ നമ്മളെ കാണിച്ചു തരുന്നത്. ഒരു ആർത്തി പിടിച്ച ഒരു ഭാര്യയാണ് ഇന്നത്തെ ഇതിലെ കഥാപാത്രം, ബ്രാഹ്മണൻ്റെ ഭാര്യ. അപ്പോൾ പല അല്ലേ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഇങ്ങനെ മുഖമൊക്കെ മറച്ച് പോകുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയും ഉണ്ടായിരിക്കും. ആ സ്ത്രീക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ത്രീക്ക് മുഖം താഴ്ത്തി അല്ലെ മുഖം കർച്ചീഫ് കൊണ്ട് മറച്ച് നടക്കേണ്ടി വരാറില്ല. ജീവിതം ആർഭാടപൂർവം ആക്കാൻ വേണ്ടി ആ നിർബന്ധങ്ങൾ കാരണമായിരിക്കാം പലപ്പോഴും ഈ ഗൃഹനാഥൻ ഒരു അഴിമതിക്കാരനൊക്കെ ആയി മാറിയത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.